3 വയസ്സുള്ള കുട്ടി 9 കിലോ ആണ് വെയിറ്റ്. കുട്ടിക്ക് വെയിറ്റ് വെക്കുന്നില്ല, എന്താ ചെയ്യുക ഡോക്ടറിന് ചോദിച്ചാണ് പേരൻസ് എത്തിയത്. ഞാൻ ചോദിച്ചു എന്താണ് കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പൊ കുട്ടി കഴിക്കുന്നത് സെർലാക്കും ബേക്കറി ഐറ്റംസും ആണ്. ഞാൻ പറഞ്ഞു ബേക്കറി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു, അതുപോലെ സെർലാക്കും. അപ്പൊ ബേക്കറി സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോ പേരൻസ് പറഞ്ഞു എന്ത് ചെയ്യാനാ ഡോക്ടറെ, നമ്മുടെ അവിടെ ഗ്രാൻഡ് പേരൻസ് അപ്പൂപ്പൻ അമ്മൂമ്മയൊക്കെ വരുമ്പോ ഒരുപാട് മിഠായിയും ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടു കൊടുക്കും. അപ്പൊ ഇവര് സ്നേഹത്തോടെ കൊണ്ടു കൊടുക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? അഥവാ ചോദിച്ചാലും പറയും നമ്മുടെ കാലത്തൊക്കെ ഇതൊക്കെ കഴിച്ചിട്ടാണ് എല്ലാരും വളർന്നത്, നമുക്കൊന്നും ഒരു പ്രശ്നവും ഇല്ലല്ലോ അല്ലേ? അപ്പോ ഈ വീഡിയോ എനിക്ക് ഗ്രാൻഡ് പേരൻസിനോടാണ് പറയാനുള്ളത്. നിങ്ങളുടെ കാലത്ത് ഇങ്ങനത്തെ ഫുഡൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ കാലത്തെ പോലെയാണോ ഇന്നത്തെ കാലം? ഇന്നത്തെ കാലത്ത് ഒരുപാട് അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ് ആണ്, അതുപോലെ ഒരുപാട് പ്രിസർവേറ്റീവ്സും ആർട്ടിഫിഷ്യൽ കളേഴ്സും ആഡ് ചെയ്ത ഫുഡുകളാണ് കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ കൊടുക്കുന്നത്. അതുപോലെ ഈ പറയുന്ന ബിസ്ക്കറ്റ്സിൽ ഏറ്റവും ഹൈ ഷുഗർ കണ്ടന്റ് ആണ് ഉള്ളത്. അപ്പൊ ഇത്രയും ഹൈ ഷുഗർ കണ്ടന്റും ഒരുപാട് മിഠായികളും ബിസ്ക്കറ്റും ബേക്കറി സാധനങ്ങളും കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു ഏർലി സ്റ്റേജിൽ തന്നെ കുഞ്ഞുങ്ങളിലെ ഡയബറ്റിസ് കാണുന്നുണ്ട്, കുട്ടികളിൽ ഫാറ്റി ലിവർ, അതുപോലെ കൊളസ്ട്രോള്, ജീവിതശൈലി രോഗങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ ഇപ്പൊ കാണപ്പെടുകയാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, അന്നത്തെ കാലത്ത് നിങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് വെറുതെ ഇരിക്കുകയല്ല. പണ്ടത്തെ കാലത്ത് കുട്ടികൾ ഓടി ചാടി കളിക്കുന്നു അല്ലെ, എപ്പോഴും ഒരു ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ? ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുട്ടികൾ നേരെ മൊബൈലിൽ വരുന്നു, മൊബൈൽ കാണുന്നു, വെറുതെ ഇരിക്കുന്നു. ഒട്ടും ഫിസിക്കൽ ആക്ടിവിറ്റി ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇല്ല. അപ്പോ അന്നത്തെ കാലവും ഇപ്പോഴത്തെ കാലവും ഒരിക്കലും കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അന്നത്തെ കാലത്തും ഇപ്പോഴത്തെ കാലത്തും ഫുഡ് മാറി, ലൈഫ് സ്റ്റൈല് മാറി, അതുപോലെ തന്നെ ഡിസീസസും മാറി. ഇപ്പോഴത്തെ അസുഖങ്ങളല്ല പണ്ടത്തെ അസുഖങ്ങൾ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാ ഗ്രാൻഡ് പേരൻസിനോടും പറയാനുള്ളത്, നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ഈ മിഠായികള്, ബിസ്ക്കറ്റുകള്, മധുര പലഹാരങ്ങള്, ഇതെല്ലാം നിങ്ങൾ സ്നേഹത്തോടെ വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിലും ഇത് കുഞ്ഞുങ്ങളുടെ ഹെൽത്തിനെ ഹാനികരമായിട്ടാണ് ബാധിക്കുന്നത്. നിങ്ങൾ ഇതിന് പകരം നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള വേണേൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ നട്ട്സ് വാങ്ങിക്കൊടുക്കാം, വല്ല അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, ഇങ്ങനത്തെയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻസ് നിങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാൻഡ് പേരൻസിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ഹെൽത്തി ടിപ്സിനായിട്ട് ഡോക്ടർ ഐശ്വര്യ കിഡി കെയർ ഫോളോ ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.